റുവാണ്ടയിലെ കിഗാലി നഗരത്തിലൂടെ സുഹൃത്ത് വൈശാഖ് നമ്പ്യാരോടൊപ്പം ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും വൈശാഖ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. വൈശാഖ് ഒരു IT പ്രൊഫഷണലാണ്. ഇവിടെ ചില സൈക്കിളുകളുണ്ട്. അതിൻ്റെ എല്ലാം പിറകിൽ സീറ്റ് പിടിപ്പിച്ചിരിക്കുന്നു. എന്താണ് സംഗതിയെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. സൈക്കിളിലുള്ളവർ മഞ്ഞ ജാക്കറ്റ് അണിഞ്ഞിരിക്കുന്നു. ഇത് സൈക്കിൾ ടാക്സികളാണ്. എല്ലാവർക്കും രജിസ്ട്രേഷനുണ്ട്. ഏത് റൂട്ടിലാണ് അവർ പോകുന്നതെന്നും അവർക്ക് എവിടെയൊക്കെ പോകാമെന്നും അവരുടെ നമ്പരുമൊക്കെയാണ് പിറകിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ റൂട്ടിലേക്കും പോകാൻ പ്രത്യേകം ആളുകളാണ്. ഇവർക്ക് ഒരു സഹകരണ സംഘമുണ്ട്. അംഗങ്ങൾക്ക് ഈ സൈക്കിൾ നൽകുന്നതും ഓരോ റൂട്ട് നിശ്ചയിക്കുന്നതും സഹകരണ സംഘമാണ്. കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ഈ സർവീസ് നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ജോൺ പിയറി എന്നാണ്. ഫ്രഞ്ച് പേരാണ് ഇവർക്ക് കൂടുതലും. പല റൂട്ടുകളിലേക്ക് ഈ സർവീസ് ഉണ്ട്. അതിന്റെ പിറകിൽ ആളുകൾക്ക് കയറിയിരിക്കാം. ചിലർ ചരക്കും വയ്ക്കും. ഇവിടെ അനുവദനീയമാണിത്. നമ്മുടെ നാട്ടിൽ സൈക്കിളിൽ പിറകിൽ ഒരാളെ ഇരുത്തുന്നത് നിയമവിരുദ്ധമാണല്ലോ. സൈക്കിൾ ടാക്സികൾ കൂടാതെ ബൈക്ക് ടാക്സികളുമുണ്ട് ഈ നഗരത്തിൽ. അഡീഷണൽ ഹെൽമറ്റ് കയ്യിൽ വെച്ച് പോകുന്നവരൊക്കെ ബൈക്ക് ടാക്സിക്കാരാണ്. ബൈക്ക് ടാക്സികളും സൈക്കിൾ ടാക്സികളും നിരന്നു കിടക്കുന്ന ഒരു ജംഗ്ഷനാണിത്. എല്ലാവരും നിയമം അനുസരിക്കുന്നു എന്നതാണ് ഈ ആഫ്രിക്കൻ രാജ്യത്തിന്റെ സവിശേഷത. ബൈക്കിലാണ് യാത്രയെങ്കിൽ ഹെൽമറ്റ് നിർബന്ധം. ഈ രാജ്യത്ത് നിയമം അനുസരിക്കാത്തവർ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. നിയമം കർശനമായി പാലിക്കപ്പെടുന്നു. പെർഫെക്റ്റായ പോലീസിംഗ് ആണ് ഇന്ന് റുവാണ്ടയുടെ ഒരു പ്രത്യേകത. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അറിവുകൾ. ഇതൊക്കെ സൈക്കിൾ ടാക്സികളാണ്. യാത്രക്കാരെ പുറകിൽ വെച്ചു പോകുന്ന സൈക്കിളുകളും ബൈക്കുകളും. പുറകിലിരിക്കുന്ന ആൾക്കുള്ള ഹെൽമറ്റ് കൂടി ബൈക്ക് ടാക്സിക്കാർ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കും. അവിടെ നിന്ന് ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു. വൈകുന്നേരമായിരിക്കുന്നു. റുവാണ്ടയിൽ ഏത് വിദേശിക്കും സ്ഥലം വാങ്ങാം. പ്രത്യേകിച്ച് അനുമതിയൊന്നും വേണ്ട. എന്നാൽ കൂടുതൽ സ്ഥലം വാങ്ങണമെങ്കിൽ അതൊരു വ്യവസായം തുടങ്ങാനോ സംരംഭം തുടങ്ങാനോ ആയിരിക്കണം. അതിന് ചെറിയ അനുമതികൾ വേണം താനും. ധാരാളം മലയാളികൾ ഇവിടെ വ്യവസായങ്ങൾ നടത്തുന്നുണ്ട്. ഹോട്ടലുകളും റിസോർട്ടുകളും മറ്റു സംരംഭങ്ങളുമൊക്കെ. കർശനമായ നിയമ സംവിധാനമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ നിദാനമെന്ന് പറയാം. റോഡിലെ നിയമങ്ങളാകട്ടെ, വീട് പണിയുമ്പോഴുള്ള നിയമങ്ങളാകട്ടെ, വീട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ നിയമങ്ങളാകട്ടെ, ഇതിനെല്ലാം കർശനമായ സംവിധാനങ്ങളാണ്. അനുസരിച്ചില്ലെങ്കിൽ ഹെവി ഫൈൻ കൊടുക്കണം. പോലീസിനെ കൈക്കൂലി കൊടുത്ത് ഇവിടെ വളച്ചെടുക്കാൻ ഒരു നിർവാഹവുമില്ല. ഇവിടെ പാർലമെന്റിൽ 61% സ്ത്രീകളാണ്. ഭരണത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും പ്രധാന മേഖലകളിലേക്കെല്ലാം സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഴിമതിയുടെ അളവ് കുറയുന്നുണ്ട്. ഈ കിഗാലി നഗരത്തിൽ 1-ാം ഞായറാഴ്ചയും 3-ാം ഞായറാഴ്ചയും പല തെരുവുകളും കാർ ഫ്രീ സോണുകളാണ്. കാർ അനുവദിക്കില്ല. ഈ രാജ്യത്തിലെ മിക്ക പട്ടണങ്ങളിലും ഇങ്ങനെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പല തെരുവുകളും കാർ ഫ്രീ ആക്കും. അന്ന് ആളുകൾ പരമാവധി നടന്നിരിക്കണമെന്നുള്ളതാണ് കാര്യം. ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ രാജ്യം. പെപ്പോണി എന്നു പേരുള്ള വൈശാഖിന്റെ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുറിയിലൊന്നു പോയി ഫ്രഷായിട്ട് ഇനി വൈകിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. പെപ്പോണി വൈശാഖിന്റെ പിതാവ് പണികഴിപ്പിച്ച കെട്ടിടമാണ്. ആദ്യം ഒരു അപ്പാർട്ട്മെന്റാണ് പണിതതെങ്കിലും ഇപ്പോൾ ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹോട്ടലിനോടനുബന്ധിച്ച് റെസ്റ്റോറന്റ്, സ്വിമ്മിംഗ് പൂൾ, മനോഹരമായൊരു ഉദ്യാനം. ധാരാളം സ്ഥലം വൈശാഖിന്റെ കുടുംബത്തിന് ഇപ്പോൾ റുവാണ്ടയുടെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. കിഗാലി പട്ടണത്തിൽ തന്നെ പല വലിയ പ്രോജക്റ്റുകളും ഇവർ നടത്തുന്നു. ഞാൻ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. ഇവിടെ ഞാനൊരു ഹോട്ടലിലെ അതിഥിയെപ്പോലെയല്ല, ഈ വീട്ടിലെ ഒരു അതിഥിയെപ്പോലെയാണ് താമസിക്കുന്നത്. ജീവനക്കാർ എന്റെ ബാഗ് എടുത്തുകൊണ്ട് എനിക്കുള്ള താമസ സൗകര്യം കാണിച്ചു തരാൻ വന്നു. ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ ഇവർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ചെക്കൗട്ട് ചെയ്യുമ്പോഴേ അറിയുകയുള്ളൂ ഇതിനുള്ള കാശ് വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും ചെക്ക് ഇൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. നേരം അപ്പോഴേക്കും ഇരുട്ടി. അത്താഴം കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആദ്യ ദിവസത്തെ അത്താഴം പുറത്തുനിന്ന് തന്നെയാകട്ടെ എന്ന് തീരുമാനിച്ചു. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഈ പ്രദേശത്തിന്റെ പേര് ഞമിറാംബോ എന്നാണ്. ഞമിറാംബോ പ്രദേശത്താണ് വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകത
ആൽക്കഹോൾ കിട്ടാത്ത ഫുഡ് സ്ട്രീറ്റ് ആണെന്നതാണ്. പക്ഷേ മറ്റൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ആൽക്കഹോൾ എല്ലാം കിട്ടും. ഞമിറാംബോയിൽ ആൽക്കഹോൾ കിട്ടാത്തതിന്റെ കാരണം ഇവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമാണെന്നതാണ്. കിഗാലി നഗരത്തിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണിവിടം. ഞമിറാംബോയിൽ ഒരിടത്ത് കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ റോഡിൽ കല്ലാണ് വിരിച്ചിരിക്കുന്നത്. കോബിൾ സ്റ്റോൺ വിരിച്ചിരിക്കുന്ന തെരുവ്. എല്ലായിടത്തും വൃത്തിയാണ് മുഖമുദ്ര. ഞങ്ങൾ നടന്ന് ഞമിറാംബോയിലെ ഫുഡ് സ്ട്രീറ്റിലേക്കെത്തി. അവിടെ എത്തുമ്പോഴാണ് കഥയാകെ മാറുന്നത്. ജനസാഗരമാണിവിടെ. തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ. ശനിയാഴ്ചയുടെ വൈകുന്നേരമായതുകൊണ്ടുകൂടിയാവാം. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരികയെന്നാണ് വൈശാഖ് പറയുന്നത്. എല്ലാ റെസ്റ്റോറന്റുകളുടെയും മുന്നിലെ കുടയ്ക്കു കീഴെ കസേരകളിൽ ആളുകൾ നിറഞ്ഞുകഴിഞ്ഞു. ടൂറിസ്റ്റുകൾ മാത്രമല്ല, സ്വദേശികളും ഭക്ഷണം കഴിക്കാൻ വരുന്നൊരു സ്ഥലം. ഇവിടെ ചെല്ലുമ്പോഴും ഒരു മണമുണ്ട്. ബിരിയാണിയുടെ മണം. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടുത്തെ തനത് നാടൻ വിഭവങ്ങളും കിട്ടും. ഞാൻ ബിരിയാണി വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. റുവാണ്ടക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണം. നിലമൊക്കെ മനോഹരമായി പെയിന്റ് ചെയ്തിട്ടിരിക്കുന്നു. നല്ല വൃത്തി, നല്ല ഭംഗി, കലാബോധം. ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ആളുകൾക്ക് വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം ആസ്വദിക്കാം. നല്ല തണുപ്പുമുണ്ട്. രാത്രിയാകുന്നതോടുകൂടി 14 ഡിഗ്രി 15 ഡിഗ്രിയിലേക്കൊക്കെ താപനില താഴും. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. ഈ രാജ്യത്ത് നല്ല നട്ടുച്ചയ്ക്ക് പോലും 20-22 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ താപനില. ഞമിറാംബോയുടെ തെരുവുകളിലൂടെ ഞങ്ങൾ കുറേ നടന്നു. അവിടെ ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിൽ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. ഒരു വേലി കെട്ടിയിരിക്കുന്നു. വേലിക്ക് പിറകിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ഇവരെ എന്താണ് വേലി കെട്ടി വേർതിരിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഒരു ഫുട്ബോൾ മാച്ച് തത്സമയം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ വേലിക്കകത്തിരിക്കാൻ പറ്റൂ. അതായത് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കണം. വഴിയെ പോകുന്നവർക്ക് ഈ വേലിക്ക് പുറത്തുനിന്ന് കളി കാണുകയും ചെയ്യാം. അവിടം പിന്നിട്ട് ഞങ്ങൾ തെരുവിലൂടെ നടന്നു. ഫ്രൈഡ് ചിക്കനും മറ്റും കിട്ടുന്ന ധാരാളം കടകൾ. അങ്ങനെ പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റിലെ ഒരാൾ ഞങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വന്നു. പലതരം വിഭവങ്ങളുണ്ട് ഇവിടെ. നാടൻ വിഭവങ്ങളാണ്. ഞങ്ങൾ അവിടെ സീറ്റ് പിടിച്ചു. കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട് ഇവിടെ. അത് ഓർഡർ ചെയ്യുകയാണ്. വൈശാഖിനും ഇവരുടെ ഭാഷ വലിയ നിശ്ചയമില്ല. ഇംഗ്ലീഷാണ് ഇവരൊക്കെ കൂടുതലായും ഉപയോഗിക്കുന്നത്. പക്ഷേ റെസ്റ്റോറന്റിലെ ഇയാൾക്ക് ഇംഗ്ലീഷ് വലിയ നിശ്ചയമില്ല. പല വിഭവങ്ങളും പല മേശകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തും കസേരകളിൽ ആളുകളുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ കൊണ്ടുള്ള വിഭവമാണ്. അധികം താമസിയാതെ ഞങ്ങൾക്കുള്ള ഉഗാലിയും ചോറുമെത്തി. ഉഗാലി എന്നാൽ കപ്പക്കുറുക്ക് എന്ന് പറയാം. കപ്പക്കുറുക്ക് ഒരു ഉണ്ടയാക്കിയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും കപ്പപ്പൊടി ഇങ്ങനെ കുറുക്കിയെടുക്കുമായിരുന്നു. കൂടാതെ ഇവിടുത്തെ തടാകത്തിൽ നിന്ന് പിടിക്കുന്ന തിലോപ്പിയ മത്സ്യം. വൈശാഖിന് വേണ്ടി ചോറും ചിപ്സും. ഫ്രൈഡ് റൈസ് പോലുള്ള ഒരു ചോറാണ്. ഇവിടുത്തുകാർ കഴിക്കുന്ന ഒരു രീതിയിലാണ് പാചകം. ഉഗാലി എന്ന് പറയുന്ന വിഭവമാണിത്. ഉഗാലി കഴിക്കണമെന്ന് ഞാനാണ് പ്രത്യേകം ആവശ്യപ്പെട്ടത്. ഇവിടുത്തെ സാധാരണക്കാർ കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഉഗാലി. നാടൻ ശൈലിയിൽ കറിവെച്ചതാണ് മീൻ. ചിക്കനും ചോറും കൂടിയാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത്. തിലോപ്പിയ മീൻ ചാറിനകത്തേക്ക് ഉഗാലി എന്ന പുഡിംഗ് പോലുള്ള കപ്പപ്പുഴുക്കിട്ട് അതൊന്ന് മുറിച്ചെടുത്തു. ജെല്ലി പോലെയാണ് ആ സാധനം. ആദ്യം വൈശാഖ് തന്നെ മീനും ഉഗാലിയും കൂട്ടിയൊന്ന് പിടിച്ചു നോക്കി. ഗംഭീരമാണെന്ന് സർട്ടിഫൈ ചെയ്തു. ഞാനും കഴിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സാധനം. നമ്മൾ ഇത്തരം സാധനങ്ങളൊന്നും എന്തുകൊണ്ടാണ് പരീക്ഷിക്കാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഭക്ഷണശേഷം ഞങ്ങൾ വീണ്ടും ആ തെരുവിലൂടെ കുറച്ചു നേരം നടന്നു. നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷം, വളരെ ഫ്രണ്ട്ലിയായ മനുഷ്യർ. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിരുന്നില്ല. അതിനാൽ ഇനി ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തിരികെ കാറിനടുത്തേക്ക് നടന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന.
സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നു. 6:30 ആയപ്പോഴേക്കും റെഡിയായി പുറത്തു വന്നു. വൈശാഖിന്റെ ഹോട്ടലിന്റെ പൂൾ ഏരിയയാണിത്. പെപ്പോണി എന്ന ഹോട്ടൽ. അതിന്റെ റെസ്റ്റോറന്റും സ്വിമ്മിംഗ് പൂളുമൊക്കെയുള്ള ഏരിയയാണിത്. മലയാളികൾ ലോകത്തെവിടെ ചെന്നാലും സംരംഭകരായി അവിടെ വിജയം കൊയ്യും. വൈശാഖും രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വേണ്ടതെന്നാണ് വൈശാഖ് ചോദിച്ചത്. ടോസ്റ്റ് ചെയ്ത ബ്രെഡും ബട്ടറും ജാമും പിന്നെ ഒരു ബുൾസയും മതിയെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാപ്പിയും കൂടി വേണം. ഇന്ന് ഞങ്ങൾ കിഗാലി നഗരത്തിന് പുറത്തേക്ക് പോവുകയാണ്. റുസീൻ എന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വൈശാഖ് കാര്യങ്ങൾ വിവരിച്ചു തന്നു. റുസീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുസീൻ എന്ന് പറഞ്ഞാൽ റിവറിനാ അർത്ഥം. റിവറിന്റെ അടുത്തുള്ള മാർക്കറ്റ് എന്നാണ് ഈ റുസീൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞായറാഴ്ചയാണ് ഇന്ന് എങ്കിലും ചന്തയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. 1-2 ചന്ത, ഗ്രാമങ്ങൾ, അവിടുത്തെ ജീവിതം ഇതൊക്കെ കാണണം. ഇവിടുത്തെ നിത്യജീവിതം എങ്ങനെയാണെന്ന് ഞാൻ വൈശാഖിനോട് ചോദിച്ചു. ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവര് പള്ളി പോകും. അതെല്ലാം ഈ ഡ്രസ്സ് ചെയ്ത് ഭയങ്കര ഇതായിട്ട് പള്ളിയിൽ പോയി മാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ കൃഷിയും കാര്യങ്ങളും. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റ് വളരെ കർശനമാണെന്ന് വൈശാഖ് പറയുന്നു. പക്ഷെ ഇപ്പൊ 10 അല്ല, പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് 100 വീട് വരെ ഉണ്ട് ഒരു മുടുകുടൂല്. ഇതിനൊരു ലീഡർ ഉണ്ട്. ആ ലീഡറാണ് പിള്ളേർ സ്കൂളിൽ പോകേണ്ടത് നോക്കണ്ടേ. ഈ ലീഡർ പോയിട്ട് പോലീസിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പാരന്റ്സ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന് ജയിലിലിടും. എല്ലാവരും പൊക്കോണമെന്നാണ് നിയമം. ഞങ്ങൾ ഇന്നത്തെ യാത്രയുടെ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിരിക്കെ വൈശാഖിന്റെ റെസ്റ്റോറന്റിലെ ജീവനക്കാരി ബ്രേക്ക്ഫാസ്റ്റുമായി വന്നു. എനിക്ക് ഇത്ര ലളിതമായി ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതിൽ ഇവർക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് കുറച്ച് സോസേജും കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിലും ആ കൂടെ വെച്ചിരിക്കുന്നു. ബീഫ് സോസേജ് ആണ്. ടോസ്റ്റ് ചെയ്ത ബ്രെഡും പിന്നെ ബുൾസയും. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഗ്രാമങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നഗരത്തിന്റെ വേറെ ചില കാഴ്ചകൾ കൂടി കാണിച്ചു തരാമെന്നാണ് വൈശാഖ് പറയുന്നത്. ഇവരുടെ ഹോട്ടലിന് നേരെ മുന്നിൽ ഒരു സ്കൂളാണ്. സഫാരി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു. ഗ്രാമങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ഇവിടുത്തെ ചില സമ്പന്ന പ്രദേശങ്ങളും ഈ നഗരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വൈശാഖ് എന്നെ കൊണ്ടുപോവുകയാണ്. ഞായറാഴ്ചയുടെ അതിരാവിലെയാണല്ലോ. സാധാരണ എല്ലാവരും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ക്ലീനിംഗ് ആണ് ഏറ്റവും പ്രധാനം. എവിടെ നോക്കിയാലും ചൂലുമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആളുകളെ കാണാം. ക്ലീനിംഗ് പല കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കമ്പനികൾ ജോലിക്കാരെ നിയമിച്ചിരിക്കുന്നു. ഓരോ ജോലിക്കാർക്കും ഓരോ ഭാഗം വേർതിരിച്ചു കൊടുത്തിരിക്കും. ഏത് സമയത്ത് ക്ലീൻ ചെയ്യണമെന്നല്ല, ഏത് സമയവും വൃത്തിയായി കിടക്കണമെന്നതാണ് അവരുടെ ടാർഗറ്റ്. അല്ലാതെ രാവിലെ 9 മണിക്ക് വന്നിട്ട് ക്ലീൻ ചെയ്ത് പോകാനാവില്ല. ഓരോ പ്രദേശത്തേക്കും എത്തുമ്പോൾ അതിഗംഭീരമായ ഗ്രീനറിയാണ്. പച്ചപ്പിന്റെ ഒരു പ്രദേശമാണ് കിഗാലി പട്ടണം. ഒരു റിസോർട്ട് നഗരം പോലെ തോന്നും. ഉദ്യാന നഗരമാണ് കിഗാലി. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്ററിലേറെ ഉയരത്തിലാണ് ഈ പ്രദേശം. 1500 കുറഞ്ഞ ഉയരം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണിവിടെ. ഗോൾഫ് കോഴ്സുകളും ഉദ്യാനങ്ങളും എല്ലാമുള്ള പട്ടണം. ഒരു ഭാഗത്തെത്തുമ്പോൾ ജോഗിംഗ് ട്രാക്കാണ് കാഴ്ച. റോഡിന്റെ ഒരു സൈഡ് മുഴുവൻ ജോഗിംഗ് ട്രാക്കാണ്. അതായത് ജനങ്ങളുടെ ഫിറ്റ്നസിനു വേണ്ടി ധാരാളം പണം മുടക്കുന്ന രാജ്യമാണ് റുവാണ്ട. കിഗാലി ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലെല്ലാം ജോഗിങ്ങിനും മറ്റു വ്യായാമങ്ങൾ ചെയ്യാനുമുള്ള എല്ലാ സൗകര്യവും സൗജന്യമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓടുകയും ചാടുകയും വ്യായാമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് രാജ്യത്തിന്റെ എല്ലാ നഗരത്തിലും രാവിലെ കാണുകയെന്ന് വൈശാഖ് പറയുന്നു. അതൊരു പുതുമയാർന്ന സംസ്കാരമാണ്. ഫിറ്റ്നസിന്റെ സംസ്കാരം. കുടുംബസമേതം രാവിലെ വ്യായാമത്തിനിറങ്ങുന്ന ആളുകൾ. ശനി ഞായർ ദിവസങ്ങളിൽ ഇവരെ കൂടുതലായി കാണാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ്. അവർ പോയി എക്സസൈസ് ചെയ്തിരിക്കണം. എക്സസൈസ് ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുകയും വേണം. അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് മരുന്ന് സൗജന്യമായി കൊടുക്കുകയല്ല റുവാണ്ട ചെയ്യുന്നത്.
ജനങ്ങൾക്ക് രോഗം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 99% ആളുകൾക്കും പറയത്തക്ക രോഗങ്ങളില്ല. നമ്മുടെ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീരെ രോഗങ്ങളില്ലാത്ത ഒരു രാജ്യമാണിതെന്ന് പറയാം. ഞാൻ പണ്ട് ആഫ്രിക്കയിലെ ചില ദരിദ്ര രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് എന്നൊരു പരാമർശം നടത്തിയപ്പോൾ അത് വിവാദമായത് ഓർക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നേരിൽ കണ്ടാൽ മാത്രം മനസ്സിലാകുന്ന സത്യങ്ങൾ. ഇത് മനസ്സിലാക്കാത്തവർക്കാകട്ടെ ഒരു വിവാദ വിഷയം മാത്രവും. റോഡിനപ്പുറം കാണുന്നതെല്ലാം കളിക്കളങ്ങളാണ്. ഗോൾഫിന്റെയും ഫുട്ബോളിന്റെയും കളിക്കളങ്ങൾ. എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ നഗരത്തിനകത്തുകൂടി ഇങ്ങനെ ഫിറ്റ്നസിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അത് നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇന്ത്യയുമായി താരതമ്യങ്ങളില്ലാത്ത കേരളത്തോളം മാത്രം ഭൂവിസ്തൃതിയും 1.5 കോടി ജനങ്ങളുമുള്ള ഒരു രാജ്യമാണിത്. ഇവിടെയൊക്കെ എത്ര വൃത്തിയാണെന്നതാണ് കാണേണ്ടത്. നോക്കൂ, മാലിന്യത്തിന്റെ ഒരംശമില്ല. ഉണങ്ങിയ കരിയില പോലും ഫുട്പാത്തിലോ റോഡിലോ കിടക്കുന്നുമില്ല. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവിടമൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കും. ജനങ്ങൾ നിയമം അനുസരിക്കുന്നവരാണ്. ഏത് നിയമത്തെയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് കമന്റ് ഇടുകയും റിവ്യൂ ഇടുകയും ചെയ്യുന്നില്ല ഇവർ. ഇപ്പോൾ നേരെ മുന്നിൽ ഒരു കെട്ടിടം കാണാം. മിനിസ്ട്രി ഓഫ് യൂണിറ്റിയാണ്. അതായത് ഗോത്രങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്താനുള്ള മിനിസ്ട്രി. ഒന്ന് ആലോചിച്ചു നോക്കൂ, മതസൗഹാർദ്ദത്തിനു വേണ്ടി ഇന്ത്യയിൽ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ത്യക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളൊരു മന്ത്രാലയം അതല്ലേ? ഇവിടെ വലിയൊരു വംശീയ കലാപം ഉണ്ടായതിനു ശേഷം യൂണിറ്റിക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ടാക്കാനുള്ള ബുദ്ധി ഈ രാഷ്ട്രം കാണിച്ചു. ആഫ്രിക്കയിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. വംശങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക, രാജ്യത്തെവിടെയും വംശീയമായ അസ്വസ്ഥതകൾ തലപൊക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയൊക്കെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനത്തു കൂടിയാണെന്ന് ഇടയ്ക്കിടെ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വഴിയോരങ്ങൾ, അവിടുത്തെ മതിലുകൾ, അതിലെ പച്ചപ്പ്, റോഡുകളും റോഡിലെ ഡിവൈഡറുകളും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം അതിഗംഭീരം. വിദേശ സഹായം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് റുവാണ്ട ഇതെല്ലാം സാധ്യമാക്കുന്നത്. ഇതിവിടുത്തെ ടെലികോം ഹൗസാണ്. ടെലികോമിന്റെ കാര്യം പ്രത്യേകം പറയാനുണ്ട്. കാരണം ഈ രാജ്യത്തെ എല്ലാ ഗ്രാമത്തിലും ഇപ്പോൾ 4G അവൈലബിൾ ആണ്. രാജ്യം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ മണി 2008 മുതൽ ഇവിടെയുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ ഫ്രീ ആണ്. മൊബൈലിലൂടെയാണ് എല്ലാ ട്രാൻസാക്ഷനുകളും നടക്കുന്നത്. പല നിലവാരത്തിലുള്ള ധാരാളം ഹോട്ടലുകൾ കിഗാലിയിലുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളാണ് ഈ കാണുന്നത്. കിഗാലി അലയൻസ് ബിസിനസ് സെന്റർ. എത്ര വൃത്തിയുള്ള കെട്ടിടമാണെന്ന് കാണുക. 100 കണക്കിന് ബോർഡുകളില്ല, വൃത്തികേടുകളൊന്നുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതായത് കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടെ രൂപപ്പെട്ടതൊക്കെ അതിമനോഹരമായിരിക്കും. കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഇവിടെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. അതിന്റെ സൗന്ദര്യവൽക്കരണത്തിന് കൃത്യമായ പ്ലാനുണ്ട്. കെട്ടിടങ്ങളുടെ രൂപഘടന ഇന്റർനാഷണൽ കൺസൾട്ടൻസി ഏജൻസികളെ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടേതാണ് നഗരാസൂത്രണത്തിന്റെ മാസ്റ്റർ പ്ലാൻ. അത് തയ്യാറാക്കിയ സംഘത്തിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്റർനാഷണൽ ആസൂത്രണം, മാസ്റ്റർ പ്ലാൻ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. കേരളത്തിന് ഇല്ലാത്തതും ഇവർക്കുള്ളതും എന്താണെന്ന് ചോദിച്ചാൽ അത് മാസ്റ്റർ പ്ലാനാണ്. ഇതൊക്കെ കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് ഈ രാജ്യം സാധ്യമാക്കിയതെന്ന് ഓർക്കണം. 2000 ആണ്ടിന് ശേഷമാണ് ഈ മട്ടിലൊരു രൂപാന്തരം വന്നത്. അതായത് മുൻകാഴ്ചയും ഇച്ഛാശക്തിയുമുള്ള ഒരു ഭരണാധികാരിയും അദ്ദേഹത്തെ അനുസരിക്കുന്ന ജനങ്ങളുമുണ്ടെങ്കിൽ ഒരു രാജ്യം അത്ഭുതകരമായ പരിവർത്തനത്തിന് വിധേയമാകുമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റുവാണ്ട. കേരളം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരി റുവാണ്ടയിൽ പോകണം. റുവാണ്ടയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം, എങ്ങനെയാണ് ആരോഗ്യ പരിപാലനം, എങ്ങനെയാണ് നഗരാസൂത്രണം, എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയൊക്കെ പഠിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം വിൽക്കുന്നതിന് പ്രത്യേക നിബന്ധനകളുണ്ട്. വിൽക്കുന്ന അത്രയും എണ്ണം ഒഴിഞ്ഞ കുപ്പി തിരിച്ചെടുത്ത് റീസൈക്കിൾ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ
അടുത്തതായി അത്രയും കുപ്പി വെള്ളം ഇവിടെ വിൽക്കാൻ അനുവാദമുണ്ടാകൂ. അങ്ങനെ കർശനമായ നിയമങ്ങളാണ്. നഗരപരിപാലനം, സൗന്ദര്യവൽക്കരണം, ഇതിനെല്ലാം കർശന നിയമങ്ങളുണ്ട്. അത് തെറ്റിക്കുന്നവർ കനത്ത പിഴ ഒടുക്കേണ്ടി വരും. ഒരാളുടെ പുരയിടത്തിലുണ്ടാകുന്ന മലിനജലമോ മഴവെള്ളമോ ആകട്ടെ, അത് പുറത്തേക്കൊഴുക്കാൻ പാടില്ല. കോമ്പൗണ്ടിനകത്ത് ഫിൽട്രേഷൻ പിറ്റുകളുണ്ടാക്കി വെള്ളം പ്രോസസ് ചെയ്തിരിക്കണം. വീടുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അത് ചെയ്യണം. അത്തരം നിയമങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴയാണ്. ചിലപ്പോൾ ജയിൽ ശിക്ഷ വരെ കിട്ടുകയും ചെയ്യാം. ക്ലീനിംഗ് സ്റ്റാഫിനെ എവിടെയും കാണാം. പോലീസിന്റെ എഫിഷ്യൻസിയും പ്രത്യേകം പറയേണ്ടതാണ്. വളരെ ഡിസിപ്ലിൻഡായ, ചെറുപ്പക്കാരായ, നല്ല പ്രൊഫഷണലുകളായ പോലീസുകാർ. കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രാമകൾ കളിക്കും. വഴിയോരങ്ങളൊക്കെ സുന്ദരമായ ഉദ്യാനങ്ങളാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വഴിയിലേക്കിറക്കി ഉദ്യാനങ്ങൾ പണിതാൽ വഴി കയ്യേറി എന്ന് പറഞ്ഞ് അതെല്ലാം JCB ഉപയോഗിച്ച് നിരപ്പാക്കിക്കളയും. കിഗാലി നഗരത്തിന്റെ ഓരോ ഭാഗത്തുകൂടിയും വണ്ടി ഓടിക്കൊണ്ടിരിക്കെ പാതയോരങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞാനിരുന്നു.